കളമശ്ശേരി പോളിടെക്നിക്കലിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ അജു തോമസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഡോക്ടർ അജു തോമസ്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ ഈ ഈ കേസിൽ പിടിയിലായ ഒരു പ്രതി കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ് എന്നുള്ളത് നമുക്ക് വലിയ ഷോക്കായിരിക്കുന്നു. കാര്യം ലീഡറല്ലേ അയാൾ ഈ കോളേജിൽ ഇങ്ങനെ ലഹരി ഇടപാടുകളെ സംബന്ധിച്ച് നേരത്തെയും അങ്ങ് പരാതി കൊടുത്തിരുന്നു. അതുപോലെ ഈ പുറത്തുനിന്നുള്ള ആളുകൾ ക്യാമ്പസിൽ വരുന്നതൊക്കെ പതിവ് കാഴ്ചയായിരുന്നു. അതും അങ്ങ് പോലീസിലെ അറിയിച്ചിരുന്നു എന്ന രീതിയിലുള്ളൊക്കെ വരുന്നു. ഇതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇതിപ്പം ഈ സർക്കാരിന്റെ തന്നെ ഇപ്പൊ ഒരു ലഹരി വിരുദ്ധ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് ഈ നടക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ മറ്റ് ക്യാമ്പസിലുള്ള പോലെ തന്നെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ സമയാസമയങ്ങളിൽ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഈ ഹോളിയുടെ ഒരു ആഘോഷം എന്നുള്ള രീതിയിൽ ഇത് കൂടുതൽ സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇന്നലെ റെയ്ഡ് നടത്തിയത്. അങ്ങയുടെ ശ്രദ്ധയിൽ നേരത്തെ ഇത്തരം പ്രവർത്തനങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഇത് സൊസൈറ്റിയിൽ ചർച്ച ചെയ്യുന്നതെങ്കിലും ഇത്തരം ചെറിയ ചെറിയ ഇഷ്യൂസ് പരാതികളായിട്ടൊക്കെ തന്നെ അനോണിമസ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് സമയങ്ങളിൽ തന്നെ നമ്മൾ പോലീസിനെയൊക്കെ അറിയിച്ചിട്ടുള്ളതാണ്. അല്ലെ, പോലീസ് അപ്പോൾ അങ്ങയുടെ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ അങ്ങയുടെ അറിയിപ്പുകളെ അവർ ഗൗരവമായിട്ട് എടുത്തിരുന്നില്ലേ? നടപടികൾ ഉണ്ടായില്ലേ? എടുത്തിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള നടപടി തന്നെയാണ് ഇത്. കുറച്ച് നാളായിട്ട് ക്യാമ്പസ് നിരീക്ഷണത്തിൽ തന്നെയാണ്. അല്ലെ, പൊതുവെ ഈ അധ്യാപകരൊക്കെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടി അങ്ങയുടെ പിന്നിൽ അണിചേരാറുണ്ടോ? അതോ എങ്ങനെയാണ് അവരുടെ ഒരു നിലപാട്? കുട്ടികളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആയത് കാരണം അധ്യാപകരെല്ലാം ഇതിന് അഗൻസ്റ്റ് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ ചർച്ചയായത് അടുത്ത കാലങ്ങളിലാണല്ലോ. അപ്പൊ ഇത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു മോണിറ്ററിംഗ് തന്നെയാണ് നമ്മുടെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സമയങ്ങൾ അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്നൊന്നും ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ സാധാരണ ഉണ്ടാകാറില്ല. കാരണം ഈ നമുക്ക് അമ്പരപ്പുളവാക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ പല ക്യാമ്പസുകളിലേക്കും ഈ പുറത്തുള്ള ആൾക്കാർ നുഴഞ്ഞു കയറുന്നു എന്നുള്ളതാണ്. ഈ കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൻ്റെ അവിടേക്കും ഈ പുറത്തുനിന്നുള്ള ആൾക്കാർ വരാറുണ്ടായിരുന്നു എന്നത് അങ്ങ് പോലീസിൽ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. എത്തരം ആൾക്കാരാണ് അവിടെ അങ്ങ് കണ്ടത്? ഇതിപ്പോ നമ്മുടെ ക്യാമ്പസ് വളരെ വിശാലമായ ഒരു ക്യാമ്പസ്. അതായത് 51 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ അതൊരു ടൗണിന്റെ നടുക്കിടക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് പല മാർഗങ്ങൾ പുള്ളി നമുക്ക് മതിലുകൾ ഉണ്ടെങ്കിൽ പോലും പ്രവേശിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ ഒരു വളരെ വിപുലമായ ഒരു ക്യാമ്പസ് എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട്. പഠനത്തിനുള്ള ഒരു സ്ഥാപനമാണല്ലോ, അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. ഒരു സീരിയസ് ആയിട്ടുള്ളൊരു റെയ്ഡ് നടന്നു, കുറേ കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞു. അതിൻ്റെ ക്വാണ്ടിറ്റി സംബന്ധിച്ച് ഇപ്പോഴും ചില തർക്കങ്ങൾ നടക്കണം. FIR പറയുന്നതല്ല പോലീസ് പറയുന്നത്. അങ്ങനെയൊക്കെ 10 കിലോ എന്ന് പറയുന്നു, എന്നാൽ 2 FIR ആയിട്ട് 2 കിലോ സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ എത്രയായാലും ഇത്രയും കഞ്ചാവ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങ് പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ അങ്ങയുടെ അടുത്ത നടപടി എന്തായിരിക്കും? കാര്യം ഈ കുട്ടികളെയൊക്കെ സുരക്ഷാ പരിശോധന നടത്തി ക്യാമ്പസിലേക്കും ഹോസ്റ്റലിലേക്കും കൊണ്ടുപോകുന്നതൊന്നും അത്ര പ്രായോഗികമല്ല. അതെ. ഇന്നിപ്പോ നമ്മൾ അക്കാഡമിക് കൗൺസിൽ കൂടി ഇപ്പം ഇതിന് ഒരു നടപടി എന്തായാലും ഉണ്ടാകും. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നില്ല. കാരണം ഇതിപ്പം നിരീക്ഷണം വളരെ നാളുകളായിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം സമൂഹം ഇത് വല്ലാതെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം എഗൻസ്റ്റ് ആയിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ തന്നെ കാണുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അങ്ങ് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങ് എടുക്കാൻ പോകുന്ന നടപടി എന്തായിരിക്കും എന്നുകൂടി പറഞ്ഞാൽ നമുക്ക് ഈ ചെറിയ സംസാരം അവസാനിപ്പിക്കാം. ഈ ഒരു സ്പെസിഫിക് പ്രശ്നത്തിൽ ഒരു അന്വേഷണം നടത്തണം. എന്നാലും ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഇത്തരം ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റികൾ അന്വേഷണം നടത്തി റിപ്പോർട്ടുകൾ തന്നിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു പെട്ടെന്ന് നടക്കുന്ന ഒരു തീരുമാനം എന്നുള്ളതിനപ്പുറം ഇത് ക്യാമ്പസുകളിൽ ഇതുപോലെ ഉണ്ടാകാൻ സാധ്യതയുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇതെടുക്കേണ്ടി വരിക. എത്ര കാലമായി അങ്ങ് ഈ കളമശ്ശേരിയിൽ പ്രിൻസിപ്പലായിട്ട്? ഞാനിപ്പോ ഒരു 6-7 മാസമായിട്ടേ ഉള്ളൂ. അത്രേ ആയുള്ളൂ അല്ലേ? ഓക്കെ, എന്തായാലും അങ്ങ് ധീരമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുക. അങ്ങേക്ക് എല്ലാവിധമായ പിന്തുണയും 24 ഉറപ്പുവരുത്തുന്നു. താങ്ക് യു. ഡോക്ടർ ഐജു തോമസ്, കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസ് ആണ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം പലപ്പോഴും ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയണം. മനസ്സിൽ തീക്കൊള്ളി കൊണ്ട് എഴുതി സൂക്ഷിക്കേണ്ട കാര്യമാണ് ആ പ്രിൻസിപ്പൽ പറഞ്ഞത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോളേജിലെ ലഹരി ഇടപാടുകളെക്കുറിച്ച് അദ്ദേഹം നേരത്തെ പോലീസിന് പരാതി കൊടുത്തിരുന്നു. മാത്രമല്ല, ക്യാമ്പസിന് പുറത്തുള്ള ആളുകൾ ഈ വിശാലമായ 51 ഏക്കർ ക്യാമ്പസിലേക്ക് കടന്നു കയറാറുണ്ടായിരുന്നു. അവരുടെ സ്വാധീന വലയത്തിൽ പെട്ടുപോയതാണ് വിദ്യാർത്ഥികളെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. കാര്യം ലഹരി കൊണ്ട് ഈ ക്യാമ്പസിനെ മുക്കാൻ ശ്രമിക്കുന്ന വൃത്തികെട്ട ശക്തികൾക്ക് പണം പിടുങ്ങുക മാത്രമാണ് ലക്ഷ്യം നമുക്കറിയാം. നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിച്ച് കളയുന്ന ഈ പരിപാടിക്കെതിരെ പെൺകുട്ടികൾ ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികളും രംഗത്ത് വരണം. ക്യാമ്പസിൽ പുറത്തുള്ള ആളുകൾക്ക് പ്രവേശനമില്ല എന്ന് കൃത്യമായി നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളുടെ മാത്രം ക്യാമ്പസാണ്.